സ്നേഹം നിറഞ്ഞ ഗുരുക്കന്മാര്, ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ചതയം നക്ഷത്രത്തിന്റെ ശനി മാറ്റത്തിനെ പറ്റിയുള്ള അവസ്ഥയാണ്. ചതയം നക്ഷത്ര ജാതകർക്ക് ജന്മശനി ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. 2025 മാർച്ച് മാസം 29-ാം തീയതിക്ക് ശേഷം ജന്മശനി അവർക്ക് മാറുകയാണ്. ഇതുവരെ നാം ധാരാളം കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വന്നു. കാരണം ജന്മശനിയും 3-ലെ വ്യാഴനും നമ്മെ വളരെ ദുരിതങ്ങൾ ഉണ്ടാക്കി. എന്നാൽ വ്യാഴമാറ്റം നമുക്ക് കഴിഞ്ഞ മാസം മുതൽ അനുകൂലമായി വന്നു, 4-ാമിടത്ത് വന്നു. അപ്പോൾ ഈ ശനിയുടെ ദോഷം കുറഞ്ഞു കിട്ടും. ശനി മന്ദനാണല്ലോ. മന്ദം ശനി ഒരു രാശിയിൽ നിന്ന് മറ്റു രാശിയിൽ പ്രവേശിക്കുന്നതിന് ഏതാണ്ട് 2.5 വർഷം വരെ വേണ്ടിവരും. ഏതാണ്ട് 1.5 കൊല്ലം ജന്മശനി മാറിക്കഴിഞ്ഞു. ഇനി 2025 മാർച്ച് 29 വരെ ശനി അനുകൂല അവസ്ഥയിലേക്ക് ഉള്ള ഫലങ്ങൾ നൽകും. അതായത് ഗ്രഹയോഗം, വാഹനയോഗം, വിദേശയോഗം, സന്താനങ്ങൾക്ക് പഠനപുഷ്ടി, ഉദ്യോഗാർത്ഥികൾക്ക് ഉദ്യോഗത്തിനുള്ള യോഗം, സാമാന്യം തൊഴിൽ ചെയ്യുന്നവർക്ക് അവരുടേതായ രീതിക്കുള്ള തൊഴിലുകൾ ചെയ്യുവാനുള്ള അവസരം. അതുപോലെ തന്നെ വ്യാഴൻ അനുകൂല സ്ഥാനത്ത് വന്നതുകൊണ്ട് പ്രതീക്ഷിച്ചിരിക്കാതിരുന്ന ജോലികൾ വന്നു ചേരുകയും ലിസ്റ്റിൽ പേരുള്ളവർക്ക് അനുകൂലാവസ്ഥകൾ വരികയും ചെയ്യും. ശനിയുടെ ദോഷം ഏറെക്കുറെ മാറി വരികയാണ്. ഏതാണ്ട് 1 കൊല്ലം വരെ ഉണ്ട്. എങ്കിലും അതിന് 1.5 കൊല്ലം മന്ദഗതിയിൽ നിന്ന ശനി ഇനി ജന്മത്തിൽ നിൽക്കുന്നത് കൊണ്ട് കുറച്ച് ആശ്വാസങ്ങൾ ഉണ്ടാക്കും, മനസമാധാനം കിട്ടും. അതുപോലെ തന്നെ നഷ്ടപ്പെട്ടു പോയ ധനങ്ങൾ തിരിച്ചു കിട്ടും. കുടുംബ സുഖം പ്രത്യേകിച്ച് അനുഭവമാകും. അതുപോലെ രോഗദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നവർക്ക് ഒരു മാറ്റം ഉണ്ടാകും. വിദേശത്ത് പോകുവാൻ ശ്രമിക്കുന്നവർക്ക് അനുകൂല സാഹചര്യം വന്നു ചേരും. അതുപോലെ പൂർവികമായ സ്വത്തുക്കൾ ലഭിക്കുവാനുള്ള യോഗവും, കാർഷിക രംഗത്ത് വിപണിക്ക് അനുകൂല അവസ്ഥകളും, ചെറുകിട കർഷകർക്കും അതുപോലെ തന്നെ മറ്റ് തൊഴിൽ ചെയ്യുന്നവർക്കും അനുകൂലാവസ്ഥകൾ ഈ കാലഘട്ടം ഉണ്ടാക്കും. 4-ാമിടത്ത് നിൽക്കുന്ന വേഴനും 2-ാമിടത്ത് നിൽക്കുന്ന സർപ്പനും അഷ്ടമത്തിൽ നിൽക്കുന്ന കേതുവും ഇവർക്ക് ഒരുപാട് ദുരിതങ്ങളെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വിതച്ചു. ആ ദുരിതങ്ങൾ ക്രമേണ മാറിത്തുടങ്ങുകയാണ്. ശനിയുടെ അവസ്ഥ ഇവർക്ക് വളരെ നൂതനമായ പല ഇതുകൾ ലഭിക്കുവാനും, അതുപോലെ തന്നെ സന്താനങ്ങൾക്ക് പഠന ഉന്നതി, അവർക്ക് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ഭാഗ്യവും, അതുപോലെ നല്ല ഗ്രഹം വയ്ക്കുവാനുള്ള യോഗവും, വിദേശ സ്വദേശവാസം അനുഭവിക്കുന്നവർക്ക് ഏറ്റവും ഉത്തമവും, വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ഉത്തമമായ ഉദ്യോഗ ബലവും, അതുപോലെ കൂട്ടാളികളിൽ നിന്നുള്ള സുഖ അനുഭവങ്ങളും ഉണ്ടാക്കും. ഈ 9 രാശിയിൽ നിൽക്കുന്ന ഈ ശനി ഇവർക്ക് എന്തൊക്കെ തന്നെ ഉണ്ടെങ്കിലും ശനിയുടെ മന്ദത ഇവരെ ഇടവിട്ട് ബാധിക്കും. എന്തെന്നാൽ ശനി ചന്ദ്രനുമായി യോഗം ഭവിച്ച് നിൽക്കുന്നതുകൊണ്ട് കുടുംബസുഖത്തിനൊരു മന്ദത, മനസ്സിനൊരു മന്ദത, ഇന്നത്തെ കാര്യങ്ങൾ ഒരാഴ്ച കഴിഞ്ഞ് നടത്തുക, ഇങ്ങനെ പല രീതിയിലുള്ള അവസ്ഥകൾ വന്നു ചേരും. കഴിഞ്ഞ കുറേ കാലമായി വന്നിരുന്ന നഷ്ടങ്ങളും നമ്മളിലുള്ള ശത്രുക്കളും ഇന്ന് അനുകൂലമായി വരേണ്ട സമയം തുടങ്ങുകയാണ്. കാരണം വ്യാഴന്റെ സ്ഥിതിയും അനുകൂലമാകുന്നു. ശനി കഴിഞ്ഞ 1.5 കൊല്ലം ഇവരെ വളരെ പ്രയാസങ്ങൾ വരുത്തി. അതുപോലെ തന്നെ പ്രായമായവർക്ക്
വിവാഹം അന്വേഷിക്കുന്നവർക്ക് വിവാഹത്തിന് അനുകൂലമായ കാലഘട്ടവും കുടുംബത്തിൽ സന്താനം പിറവിക്കുള്ള ഭാഗ്യവും അനുഭവമാകുന്നു. സാങ്കേതിക വിദ്യകൾ പഠിക്കുന്നവർക്ക് ഉയർച്ചയും നേട്ടവും ആനുകൂല്യങ്ങളും ഫലങ്ങളായി വരുന്നു. വിദേശത്തു നിന്ന് സമ്പാദ്യം ഉണ്ടാകുകയും ചിലപ്പോൾ കുടുംബം തന്നെ ഒത്ത് വിദേശത്ത് പോകാനുള്ള യോഗവും ഉണ്ടാക്കും. ശനി ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കിയെന്ന് പലരും പറയുന്നു. അത് ശരിയാണ്. ശനി 2.5 കൊല്ലം ആ രാശിയിൽ നിന്ന് 1.5 കൊല്ലം ഏതാണ്ട് കടന്നു. ഇനി 1 കൊല്ലത്തുള്ള ഫലം അവർക്ക് വളരെ അനുകൂലവും മനസമാധാനവും മനസുഖവും, സന്താനങ്ങൾക്ക് തൊഴിൽ, പ്രായമായവർക്ക് സന്താനങ്ങൾക്ക് തൊഴിൽ യോഗവും, സന്താനങ്ങളെ കൊണ്ട് നേട്ടവും, അതുപോലെ തന്നെ പ്രായമായവർക്കും സുഖമില്ലാതെ കിടക്കുന്നവർക്കും ഈ കാലഘട്ടം അനുകൂലമാണ്. വേഴൻ സുഖസ്ഥാനത്ത് വരികയാൽ വേഴന്റെ ബലം കൊണ്ട് രോഗദുരിതത്തിൽ നിന്ന് മോചനം, അതുപോലെ തന്നെ കേസ് വഴക്കുകളിൽ നിന്നുള്ള ആനുകൂല്യാവസ്ഥ, ശത്രുക്കളിൽ നിന്നുള്ള ദുരിതങ്ങൾ കുറയുക, ഇവയെല്ലാം അനുഭവമാകുന്നു. കലാകാരന്മാർക്ക് അനുകൂല കാലഘട്ടമാകുന്നു. അവർ എഴുതുന്ന ചില ലേഖനങ്ങൾക്ക് അനുകൂല അവസ്ഥകളും, അതുപോലെ നടനം, നൃത്തം, അഭിനയം, നാടക അഭിനയം എന്നീ കലാകാരന്മാർക്ക് പൊതുവെ അനുകൂലമായ കാലഘട്ടമാകുന്നു. കാരണം പ്രതീക്ഷിക്കാതെ ചില അവാർഡുകളോ സമ്മാനങ്ങളോ എല്ലാം വന്നു ചേരാം. മടി ഇവർക്ക് ബാധിച്ചിരിക്കുന്നത് കൊണ്ട് മടി മാറ്റുവാൻ ശാസ്താവിനെ ദിവസവും പൂജിക്കണം. പ്രത്യേകിച്ച് ശാസ്താംകോവിലിൽ സമയമുള്ളപ്പോഴെല്ലാം ചെന്ന് തൊഴുകയും ഒപ്പം ഹനുമാൻ ക്ഷേത്രത്തിലും പോയി ഇവരുടെ മാനസിക വ്യതകൾ മാറ്റുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. പിന്നെ 23-24 പ്രായമുള്ള സ്ത്രീ പുരുഷന്മാർക്ക് ഉദ്യോഗത്തിന് വളരെ അനുകൂലമായ സമയമാകുന്നു. 24-25 കാലഘട്ടത്തിലുള്ള സ്ത്രീകൾക്ക് വിവാഹയോഗവും 25-ക്ക് ശേഷം പുരുഷന് വിവാഹയോഗവും തുടർ സന്താന യോഗവും അനുഭവമാകുന്നു. ഇവർക്ക് പൊതുവെ എല്ലാത്തിനോടും താൽക്കാലികമായി ശനി ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് ഭയവും ഉറക്കം കുറവും, ചിലർക്ക് ഉറക്കം കൂടുതലായി കണ്ടുവരാറുണ്ട്. അതെല്ലാം ഭയക്കേണ്ടതില്ല. ആരുടെയും ശാപമോ ദുരിതമോ ഒന്നുമല്ല, സമയദോഷം മാത്രമെന്ന് ചിന്തിച്ചാൽ മതി. അതുപോലെ തന്നെ ചിലർക്ക് കാർഷിക രംഗങ്ങളിലും അതുപോലെ ഈ ചെറുകിട വ്യവസായങ്ങളിലും പിന്നെ സ്വന്തമായി വീടുകളിൽ സ്വയം തൊഴിൽ കണ്ടെത്തുന്നവർ, അതായത് ചിലർ സസ്യങ്ങൾ നട്ട് അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുന്നു, മറ്റു ചിലർ പൗൾട്രി പോലുള്ള സ്ഥാപനങ്ങൾ നടത്തുകയും അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുകയും ചെയ്യുന്നു. അതിനെല്ലാം പറ്റിയ കാലഘട്ടമാകുന്നു. ധനം ധാരാളം വരും. അതുപോലെ തന്നെ ചെറിയ തടസ്സങ്ങൾ ശനി ഉണ്ടാക്കുമെങ്കിലും അവ ഇനി വരുന്ന കാലം ദോഷം ചെയ്യുകയില്ല. പൊതുവെ ഇവർ ആചാര്യസ്ഥാനം വഹിക്കുന്നവർക്ക് ആചാര്യഭാവത്ത് ബലവും ഗുരുക്കന്മാരിൽ നിന്നുള്ള അനുഗ്രഹവും കടാക്ഷവും ഉണ്ടാകും. കുഞ്ഞുങ്ങൾ പഠനത്തിന് പ്രയാസമാണെങ്കിൽ മറ്റ് ഗുരുക്കന്മാരുമായി ആലോചിച്ച് മോശപ്പെട്ട വിഷയങ്ങളെ അവരെ പഠിപ്പിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തു കൊള്ളുക. സാങ്കേതിക വിദ്യയിൽ മികവ് ഉണ്ടാകുന്ന കാലമാകുന്നു. എന്തെന്നാൽ ശനി സാങ്കേതിക വിദ്യയ്ക്ക് അനുകൂലമായ അവസ്ഥകളെ പ്രദാനം ചെയ്യുന്നു. പ്രൊഫഷണൽ തൊഴിൽ ചെയ്യുന്ന ഡോക്ടർ, നഴ്സിംഗ്, എഞ്ചിനീയേഴ്സ്, മറ്റു വലിയ പല
രീതിയിലുള്ള ടെക്നിക്കൽ തൊഴിലുകൾ ചെയ്യുന്നവർക്കും അനുകൂലമായും അനുകൂലാവസ്ഥകളും ഉണ്ടാകുന്നു. ധനവും ധാന്യവും കീർത്തിയും അവർക്ക് അനുകൂലാവസ്ഥയിലേക്ക് വരികയും ചെയ്യുന്നു. പൊതുവെ ഇവരുടെ മനസമാധാനക്കേട് ഉടനെ തന്നെ മാറുവാനുള്ള ഭാഗ്യമാണ് കാണപ്പെടുന്നത്. ഇവർ പൊതുവെ ഭക്തരും സ്നേഹസമ്പന്നരും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നതിൽ വളരെ പ്രാപ്തരും മറ്റുള്ളവരെ ആശയങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നവരും അവരെ സഹായിക്കുന്നവരും ഈ അടുത്ത കാലം മുതൽ ചില സംഘടനകളിൽ ചേർന്നവർക്ക് അനുകൂലാവസ്ഥകളും അവിടെ നിന്ന് ഉയർച്ചകളും ഉണ്ടാകും. പൊതുമേഖലാ സ്ഥാപനങ്ങളിലും സർക്കാർ സേവനങ്ങൾ നടത്തുന്നവർക്കും സ്ഥാനം അല്പം മാറ്റം ഉണ്ടാകും. ജൂൺ, ജൂലൈ, ആഗസ്റ്റിന് ശേഷം സ്ഥാനമാറ്റങ്ങളും ഉണ്ടാകും. ചിലർക്ക് പ്രൊമോഷന്റെ സാധ്യതയും കാണപ്പെടുന്നു. മുതിർന്നവർക്ക് രോഗത്തിന് ശമനം ഉണ്ടാകുകയും രോഗാവസ്ഥകൾക്ക് മാറ്റം വരികയും ചെയ്യും. വാതം, പിത്തം, കഫം എന്നിവ ഇവരെ ഇടവിട്ട് ശല്യം ചെയ്യും. എങ്കിലും ചെറിയ ചികിത്സ കൊണ്ട് ഇവർക്ക് മാറ്റാവുന്നതാണ്. ഇവർ ജനിക്കുന്നത് സർപ്പദശയിലാണ്. 18 കൊല്ലമാണ്. എന്നാൽ അതിൻ്റെ പാതി എടുത്തായിരുന്നാലും അത് കഴിഞ്ഞാൽ വ്യാഴദശ 16 കൊല്ലം, അത് കഴിഞ്ഞാൽ 19 കൊല്ലം ശനിദശ, അത് കഴിഞ്ഞാൽ ബുധൻ 17 കൊല്ലം, അത് കഴിഞ്ഞാൽ കേതു 7 കൊല്ലം, പിന്നെ ശുക്രദശ 20 കൊല്ലം. ഇങ്ങനെ ഈ ദശാകാലങ്ങളിൽ ഇവർക്ക് അനുകൂലവും പ്രതികൂലവുമുള്ള അവസ്ഥകൾ ഉണ്ടാക്കും. എങ്കിലും പൊതുവെ ഈ കാലഘട്ടങ്ങളിൽ വ്യാഴന്റെ അനുകൂലം ഇവർക്ക് പൊതുവെ നന്നായിരിക്കുകയും ഗ്രഹ അന്തരീക്ഷത്തിന് സമാധാനവും വിദ്യാർത്ഥികൾ ഹോസ്റ്റലിലോ അല്ലെങ്കിൽ മറ്റ് വിദൂരത്തിൽ നിന്ന് പഠിക്കുന്നവർക്ക് അവിടെ ഒരു സമാധാനവും സ്ഥിരതയും താമസിക്കാനുള്ള സൗകര്യങ്ങളും ആഹാര പുഷ്ടിയും ഉണ്ടാക്കും. ചിലവർക്ക് പ്രയാസം കുറച്ചു കാലം അനുഭവിക്കേണ്ടി വന്നു. അവയെല്ലാം ഒരു മാർച്ച് മാസത്തോടുകൂടി പൂർണ്ണമായി മാറ്റപ്പെടും. സർപ്പാനുഗ്രഹവും ഗ്രഹസൗഖ്യവും ഇവർക്ക് ധാരാളം ഉണ്ടാകും. പൊതുവെ ശാസ്താവിന് നീലാഞ്ജനം, ഹനുമാന് വടമാല, ദേവിക്ക് കുങ്കുമാർച്ചന, ശിവന് ജലധാര എന്നിവയെല്ലാം നൽകി ഇവരുടെ ദോഷങ്ങൾ മാറ്റിക്കൊള്ളേണ്ടതാകുന്നു. അതാത് പ്രായങ്ങളിലുള്ളവർക്ക് ഈ കാലഘട്ടം പൊതുവെ അനുകൂലമായിരിക്കും. കുഞ്ഞുങ്ങൾക്കും ദമ്പതികൾക്കും മധ്യവയസ്കർക്കും പ്രായം കൂടിയവർക്കും ഈ മാർച്ച് വരെ ശനിയുടെ മാറ്റം നല്ല ഫലങ്ങളെ ചെയ്യും. അത് കഴിഞ്ഞാൽ ശനി കുറച്ചുകൂടെ അനുകൂലാവസ്ഥയിലേക്ക് വരും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോ തൽക്കാലം നിർത്തുന്നു. ചതയം നക്ഷത്ര ജാതകർക്ക് ഗുരുവായൂരപ്പൻ്റെയും ദേവന്റെയും ദേവിയുടെയും അനുഗ്രഹത്താൽ സർവ്വ ഐശ്വര്യങ്ങളും കൈവരട്ടെ എന്ന് ദേവീശ്വരനോട് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. ശിവം.